ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ വീട്ടിൽ കാഴ്ച നമ്മുടെ ഉമ്മർച്ചാമ്പയും അതുകൂടാതെ നമ്മുടെ വീട്ടിലുണ്ടായ ദൽഹാരി ചാമ്പയുടെയും ഒരു റിവ്യൂ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഉമ്മർച്ചാമ്പ. അത്യാവശ്യത്തിന് പാകമായിട്ടുണ്ട്. പക്ഷെ ഇത് ഇപ്പോൾ ഉണ്ടായുള്ളതൊരു ഓഫ് സീസണിലാണ്. ഇതിൻ്റെ യഥാർത്ഥ സീസൺ ഫെബ്രുവരി ഒക്കെ ആയി കഴിഞ്ഞാലാണ് ഉണ്ടാവല്. ഇത് ദൽഹാരി ചാമ്പയാണ് ഈ കാണുന്നത്. ആ പിടി അടുത്തത് തായ്ലൻഡ് ബൽച്ചാമ്പ, അതായത് ഉമ്മർച്ചാമ്പയും നമ്മുടെ ദൽഹാരി ചാമ്പയും ഇന്ന് പൊട്ടിച്ചതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ദൽഹാരി ചാമ്പ. ഇതൊരു ഓഫ് സീസണിൽ ഉണ്ടായതാണ് ഈ ചാമ്പ. അപ്പോൾ ഈ കാണുന്നത് പാകമായിട്ടില്ല. ഇതിപ്പോൾ ഞങ്ങൾ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ കൂടെ പൊട്ടി വീണതാണ്. ഇതിൻ്റെ സൈസും ആകൃതിയൊക്കെ ഇത് ഒന്നുകൂടി പാകമാവാനുണ്ട്. എന്തായാലും ഞങ്ങൾ ഒന്ന് പൊട്ടിച്ചതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഉമ്മർച്ചാമ്പ. അത്യാവശ്യം വലുപ്പമുള്ള നല്ലൊരു വെറൈറ്റി ചാമ്പയാണ് ഈ രണ്ടും. ഹലോ, അപ്പോൾ നമ്മളെ ഉമ്മർച്ചാമ്പ ഒന്ന് മുറിച്ച് നോക്കാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കുരുവൊന്നുമില്ലാത്ത നല്ലൊരു വെറൈറ്റി ചാമ്പയാണ്. അപ്പോൾ ഇനി നമുക്ക് ദൽഹാരി ഒന്ന് മുറിച്ച് നോക്കാം. ഉണ്ടായിട്ടുള്ളത് ഓഫ് സീസണിലാണ്. ഇതിൻ്റെ യഥാർത്ഥ സീസൺ ഫെബ്രുവരി ആകുമ്പോഴാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കുരുവൊന്നും കാണാനില്ല. ചിലപ്പം ദൽഹാരിയിൽ ഇതിന് കുരു ഉണ്ടാവലുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഇങ്ങനെ ഉൾഭാഗം നല്ല റെഡ് കളർ വരും. ഇപ്പോൾ ആയി തുടങ്ങുന്നുള്ളൂ. എന്തായാലും ഇനി ഇതിൻ്റെ അടുത്ത സീസണിൽ കാഴ്ച കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിവ്യൂ പറയാം. ഓക്കെ. ഹലോ, അപ്പോൾ നമ്മുടെ ദൽഹാരി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് കുട്ടികൾക്ക്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? അപ്പോൾ ദൽഹാരി ഒരു ചെറിയ കഷ്ണമാണ് എല്ലാവർക്കും കിട്ടിയത്. ഇനി നമ്മുടെ ഉമ്മർച്ചാമ്പയും കൂടി കട്ട് ചെയ്ത് നോക്കാം. ഇത് ഉമ്മർച്ചാമ്പ. നല്ല മധുരമുണ്ട്. നല്ല മധുരമുണ്ട്.